Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. വഴിക്കടവ് പഞ്ചായത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിക്കുന്ന പ്രതിപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ UDF അംഗങ്ങൾ നടത്തിയ സമരം വൈസ് പ്രസിഡന്റിന്റെ അഴിമതി മറച്ചുവെക്കാനാണെന്ന തരത്തിൽ CPM നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഭേദഗതി അട്ടിമറിക്കാൻ സെക്രട്ടറി നടത്തിയ നീക്കത്തിനെതിരെയാണ് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയതെന്നും ഇവർ പറഞ്ഞു. NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ പ്രവൃത്തി സിൽക്ക് എന്ന സംസ്ഥാന ഏജൻസിക്കാണ് നൽകിയത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമീപ പഞ്ചായത്തുകളിലും ഈ പ്രവൃത്തികൾ ഇതേ ഏജൻസിക്കാണ് നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന പദ്ധതികളിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ സെക്രട്ടറി നടത്തിയ ശ്രമങ്ങളെ എതിർത്തതാണ് പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കാൻ കാരണമെന്നും ഇവർ പറഞ്ഞു. നമ്മൾ സമരം നടത്തി. ഒരു ഭരണ സംവിധാനത്തെ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. ജനപ്രതിനിധികൾക്ക് താഴെയാണ് ഉദ്യോഗസ്ഥർ, അവർ എക്സിക്യൂട്ടീവ് ബോഡിയാണ്, അവർ ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥന്മാർ. ഭരണസമിതിയാണ് പദ്ധതി തീരുമാനിക്കുക. ആ ഭരണസമിതി തീരുമാനിക്കുന്ന പദ്ധതിയെ ഇല്ലാത്ത മാർഗത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ, പിൻവാതിലൂടെ അട്ടിമറിക്കാൻ ഈ ബോധപൂർവമായ ഈ സെക്രട്ടറി കൃത്യമായി ഒരു ഏറ്റവും തരംതാണ് രാഷ്ട്രീയക്കാരൻ്റെ പണിയാണ് ഈ BDO ആയിട്ടുള്ള അധിക ചുമതല വഹിക്കുന്ന സെക്രട്ടറി സ്വീകരിച്ചിട്ടുള്ളത്. അതിനെയാണ് ജനാധിപത്യ രൂപത്തിൽ ഈ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങൾ കൃത്യമായും കലക്ടർക്കും കൃത്യമായി ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ആ പരാതി DPC പരിഗണിക്കുകയും ആ ഭേദഗതി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം ഭരണസമിതി യോഗം ചേർന്ന് സർക്കാരിലേക്കും മറ്റധികാരികളിലേക്കും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ പറഞ്ഞ കൃത്യവിലോപം തടയുന്ന ഒരു സമാന്തര ഭരണസമിതി തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും വഴിക്കടവ് പഞ്ചായത്തിൽ വകവെച്ചു കൊടുക്കുന്ന യാതൊരുവിധ സംവിധാനവും ഭരണസമിതിക്കില്ല. ഇത് പൊതുജന മധ്യത്തിൽ ഈ പറയുന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതരായത്. എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഈ വസ്തുതകൾ ഞങ്ങൾ തന്നിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം, പഞ്ചായത്തിൽ പരിശോധിക്കാം, NHMുമായി ബന്ധപ്പെട്ടിട്ടുള്ള DMO ലെവലിലുള്ള ആളുകളോട് പരിശോധിക്കാം. നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും വഴിക്കടവ് പഞ്ചായത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് ശരിയുടെ പക്ഷത്ത് ശരി ഏതാണെന്ന് പൊതുജനങ്ങളോട് തുറന്ന് കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വഴിക്കടവിൽ മാത്രം അഴിമതി ആരോപിക്കുന്നത് ഭരണപരമായ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നും ഇതു സംബന്ധിച്ച് ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും ഇവർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ, PP ഷിയാജ്, റംലത്ത് നെയ്തക്കോടൻ, നാണി ആലങ്ങാടൻ, ഹഫ്സത്ത് പുളിക്കൽ, ജയ്മോൾ വർഗീസ്, സിന്ധുരാജൻ, മുപ്ര സൈതലവി, CK നാസർ, M സരസ്വതി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, എടക്കര.